ആയിരം കണ്ടു പുള്ളി ഇതുവരെ കണ്ടിട്ട് പോലും. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. YBCUവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ. ഇതാ അവിടെ ഉണ്ട്, ഞങ്ങൾ സകുടുംബം ഉണ്ട്, കുഞ്ഞിപ്പെണ്ണും എല്ലാരും ഉണ്ട്. ഞങ്ങള് ചെറിയൊരു ടൂർ പോവാണ്. ചെറിയൊരു ക്യാമ്പിംഗ്, ഡിസേർട്ട് ക്യാമ്പിംഗ് ആണ്. നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഇപ്പോൾ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു യാത്രയിലാണ്. കുറച്ച് കിലോമീറ്ററുകൾ പോയി കഴിഞ്ഞാൽ ആ ക്യാമ്പിംഗ് ഏരിയയിലെത്തും. അപ്പോൾ ഇന്ന് ഒരു മിഡ് നൈറ്റ് വരെ അവിടെ എല്ലാവരും ക്യാമ്പ് ചെയ്ത് അങ്ങനൊരു പ്ലാനാണിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതണം. നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കൂടി കണ്ട് നമുക്ക് ഈ യാത്ര തുടരാം. കുറച്ച് ക്യാമലുകളെ കാണുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഈ മഴ പെയ്ത് പുല്ലൊക്കെ കുറച്ച് കിളിർത്ത് നിൽക്കുന്നതുകൊണ്ട് അത് ക്യാമറകളെ മേയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും നല്ല വലിപ്പമുള്ള വെള്ളയും കറുപ്പും ബ്രൗൺ കളറും ഒക്കെ ആയിട്ടുള്ള ക്യാമലുകളാണുള്ളത്. കമ്മലല്ല ക്യാമൽ. അപ്പാ കുഞ്ഞു ക്യാമലിനെ കണ്ടു. അപ്പാ കണ്ട് അമ്മ കണ്ടു കുഞ്ഞു കമ്മൽ. അപ്പാ എന്തോ അപ്പാ 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 യെസ് അമ്മ തന്നി വീട് കമ്മലുകൾ കുറച്ച് ദൂരം ഉള്ളത്, ഒത്തിരി റോഡിനോട് ഒത്തിരി അടുത്തല്ല. കുറച്ച് ഒരു തോടും ഫെൻസിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതാണ് ഞങ്ങൾ ടെൻറ്റ് ഒരു എക്സ്പീരിയൻസിന് പോകുന്ന ഡെസേർട്ട് ഏരിയ. ഇവിടുന്ന് കുറച്ചും കൂടി ദൂരമുണ്ട്, ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡെസേർട്ടിലെ ഹൈവേയിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണിത്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ക്യാമലുകളെ ഒന്നിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നൊരു കാഴ്ചയാണിത്. ട്രാഫിക് പോലീസ് വന്നതിന് ശേഷം റോഡ് രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർ ക്യാമറകളെ റോഡ് ക്രോസ് ചെയ്യിക്കുക. ആ ഒരു ഏരിയയിലുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഞങ്ങളിത് ഇവിടെ നിന്ന് ഡിസേർട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇത് ഡിസേർട്ട് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ ഡിസേർട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോ ഒരു നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടെ പോകാൻ പറ്റിയ വണ്ടിയല്ല. പക്ഷേങ്കിൽ എന്തായാലും ചെറിയ വണ്ടികൾ പോകുന്നതുകൊണ്ട് നമ്മളും അതിൻ്റെ പുറകെ അങ്ങ് പോവാം. ഡിസേർട്ട് ടെൻറ്റ് ഏരിയ ആണ്, പക്ഷെ സിറ്റി പോലെ ആയി. വണ്ടികളും ടെൻറ്റുകളെല്ലാം നമ്മൾ വീട് പണിയുന്ന പോലെ ടെൻറ്റുകൾ കോളനി പോലെ ആയി. എന്തായാലും അതിലൊരു ടെൻറ്റാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഔട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെയാണ് ഈ വണ്ടിയിലൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടെന്റ് ഏരിയ. ഓക്കെ, ഞങ്ങളിവിടെ എത്തിയ പാടെ പിള്ളേർ ഫുട്ബോൾ കളിക്കാൻ ഓടിയത്. ഇത് ഞങ്ങളുടെ ചാക്കോച്ചായ ചൂടാക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു തണുപ്പുള്ള സീസണാണിത്. അപ്പോൾ ചൂട് കാപ്പിയൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഉള്ളിലേക്ക് പോയി നോക്കിയാൽ അറിയാം ബാക്കി എന്താന്നുള്ളത്. അതെ പോയി നോക്കൂ. ഇത് കണ്ടോ, ഒരു കൂട്ടം ലലനാമണികൾ ചിരിച്ചുല്ലസിച്ചിരിക്കുന്നു. ചേച്ചി ഇന്ന് ഡാൻസ് ഉണ്ടോ? ഇല്ല, ഉറപ്പാണോ?
ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ. ഈ ഏരിയ ഉണ്ടോ, ഇതെല്ലാം ടെൻറ്റ് ഏരിയയാണ്. ഫുട്ബോളൊക്കെ കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഫുട്ബോൾ കളിയിലാണ്. ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്യാം. ഭയങ്കര ഫുട്ബോൾ കളി കേട്ടോ. ശരിക്കും മണലിലുള്ള ഫുട്ബോൾ കളി ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ ശരിക്കും അവിടെ കളിച്ചു നോക്കിയപ്പോഴാണ് അത് ഇവരറിയുന്നത്. നമ്മൾ കാണുന്ന പോലെയല്ല, ഭയങ്കര പാടാണ് അതിനകത്ത് ഓടാനൊക്കെ. ഇനി എല്ലാവരും ഫുട്ബോളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നിവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു. അപ്പോൾ അത് ഇവിടെ വെച്ചാണ് കേക്ക് കട്ടിംഗ് ഒക്കെ ആഘോഷിച്ചത്. ജോബി ബിൻസി ദമ്പതികളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നമുക്കൊരു സ്പെഷ്യൽ ഇവന്റ് കൂടെ ഉണ്ട്. നമ്മൾ ജോബിയും ബിൻസിയുടെയും അവരുടെ 25ാം വെഡിങ് ആനിവേഴ്സറി എവിടെയാണ്. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഈ ഫംഗ്ഷനിൽ നമ്മൾ ആദരിക്കുന്നതാണ്. Be a star tonight. You fill my soul with light the day we met. I don't wanna leave your side, no. Have me by your side. I hope you still want me. I hope you still need me a million years from now. The seasons are changing, the nights ever fading. It's time we left the ground. Let's leave for an eternity. Sail across the lights beyond the sky. I'll be with you eternally. I'm an addict for your love. It keeps me high, keeps me high. ദേ ബോണ്ട, ഇതെന്നാ ചേച്ചി ബോണ്ടയാണോ? ബോണ്ട ചൂട് ബോണ്ട കുഞ്ഞുണ്ടി എന്നാ മുട്ട ഉള്ളിൽ മുട്ടയുണ്ട്. നല്ലതാണോ? ഇവിടെ 2 ടെന്റ് ഉണ്ട്. ഏത് ഇത് ഞങ്ങളുടെ ഒരു ടെന്റ്, അതിൻ്റെ ഉള്ളിലെ സെറ്റപ്പാണത്.
അതിപ്പോൾ ഓണാക്കും മോനെ, അതിപ്പോൾ തന്നെ ഓണാക്കും. ഇത് വേറൊരു ടെൻറ്റ്, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. ഇത് ടെൻറ്റ് കോമ്പൗണ്ട് ഉള്ളിലുള്ളൊരു മജ്ലിസ് സെറ്റപ്പാണ്. ഇതാണ് ടെൻറ്റിൻ്റെ കവാടം. സൺസെറ്റ് കണ്ട, ഡിസേർട്ട് സൺസെറ്റ്. പവറിന് രാത്രിയിലേക്ക് ജനറേറ്റർ സെറ്റപ്പൊക്കെ ഉണ്ട്. ഭയങ്കര ചർച്ചയല്ല. Yeah, it's too much. No sodium content. Okay. ശരിക്കും ടെൻറ്റ് ഈ വിൻ്റർ സീസണിൽ ഇവിടെ ഇത്രയും നോക്കിയാൽ കാണാം, ഇത്രയും ഒരുപാട് ടെൻറ്റുകൾ ഇങ്ങനെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അറബികളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണ്. അവർ ഈ വിൻ്റർ സീസണിലൊക്കെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇങ്ങനെ ടെൻറ്റുകൾ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരായിട്ട് ടെൻറ്റുകൾ ഉണ്ടാക്കി അങ്ങനെ ഒരു വിൻ്റർ ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു ഒരു രീതിയുണ്ട് അവർക്ക്. അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണ് ഈ ടെൻറ്റ് ലൈഫിൻ ഇത് ഈ ഡെസേർട്ട് ടെൻറ്റ് ലൈഫ്. ലസുണ്ടോ? കൈവിട്, മോൻ പോരാ, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, വിട്, കൈവിട്, കൈവിട്, കൈ പിടിക്കരുത്, കൈ പിടിച്ച മോന് കഴിഞ്ഞു. കൈ പിടിച്ചിട്ടല്ലേ. വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.
വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നാലും പുറത്ത് തണുപ്പൊക്കെ ആയി, അപ്പോൾ എല്ലാവരും കൂടി ടെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാതറിങ്ങും അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഗെയിംസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്ക് പോവാം. ചാക്കോടയിൽ അടിക്കുന്ന രണ്ടും ചാക്കോടയിലുണ്ട്. ചാക്കോയ്ക്ക് വേണ്ട. അതറിയത്തില്ല. സോറി, അതൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ അന്ത്യാക്ഷരി കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാടിക്ക് 1000 ആകെ അറിയാവുന്ന എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തെങ്കിളി, പൈങ്കിളി മലർത്തെങ്കിളി. മണ്ടന്റെ മാ, മണ്ടന്റെ മാ. ഇത് കഴിഞ്ഞിട്ട് കൂട്ടിമുറുക്കി നടക്കണതാരാണ്? ആരാണ്? പിന്നെയും ആരോഗ്യരാവിന്റെ മണികളും നിർത്തും. പാടണം കേട്ടോ. പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ, പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി ഓലപ്പീലിയിൽ നീലപ്പായയിൽ പാടുന്ന ഓളത്തിന് അറിയാവുന്ന അക്ഷരം നിർത്തിക്കോട്ടെ. ഒന്നിച്ചു രണ്ടോമൽ പൈകിളികൾ, ഒന്നാനാം കുന്നിന്റെ ഓമനകൾ, കാടിന്റെ കിങ്ങിണികൾ. നിങ്ങൾ കുറച്ചുകൂടി പാടണം. കുറച്ചുകൂടി പാട്. ചാച്ചാട് ചായോ? ചാച്ചാജിയുടെ ചന്ദ്രം ചന്ദ്രിക പാടി സ്റ്റോക്ക് ചെയ്ത് വെക്കണോ? കണ്ടോ? സുഗന്ധം കാറ്റും കാമിനിയോ. കാമിനി ഞാൻ പാടി തുടങ്ങിയതുള്ളൂ, പിന്നെ വാ ഞാൻ ഈണം പറഞ്ഞ കാമിനി. ഇതൊക്കെ എങ്ങനെ പഠിച്ചോണ്ട് വരുന്നതല്ല, എപ്പോഴും ഡ്യൂട്ടിയാണ്. ഊട്ടി അവിടെ അവിടെ പോയിരുന്നല്ലേ പണി. രണ്ടുപേരും പാടണം പ്ലീസ്, ദയവ് ചെയ്ത്. ഞങ്ങള് ബാക്കി പാടാനായിട്ട് ബാക്കി വേണ്ടെന്ന് പറഞ്ഞു. മനോരഞ്ജിനി സുരംഗനെ സൂപ്പർ സുരസുന്ദരി വാ വാ മനോരഞ്ജിനി സുരംഗനെ
സൂപ്പർ സുരരൻവരി ആശ്രമത്തിൽ എന്താ 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 അവരാണ് പാടുന്നു. അത് പാടിയോ? ഒരു അത് പാടിയതാണ്. ആയിട്ടില്ല, പാടിയില്ല. സ്കൂളിൽ ആയിരം കണ്ടു പുള്ളി ഇവരെ പാ കണ്ടിട്ട് പോലും ഈ പാതിന് എപ്പോഴും പറയരുത്, പാ മാറ്റി പിടിക്കുക. ഓക്കെ ഓക്കെ വി അക്സെപ്റ്റ് ഓക്കെ. കിളി തിരുവോണമായിതാ പാടിയാടി വാ കുളനിറങ്ങി വാ കൂവുന്നുള്ളി വാ മണക്കാവിലൂടെ വാ. മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്ന നിന്നച്ഛൻ പാട്ട് പാടുന്ന വരുമോ ചാരേ നിന്നച്ഛൻ ആയിരം കഴിഞ്ഞു. അതെ ഞങ്ങള് കറക്കുന്നു. ആദ്യത്തെ ഒരു ലൈൻ അറിയാം. മതി. തീരം ആ ചാവത് നിർത്തണം കേട്ടോ. തീരത്തിന്റെ ഉറങ്ങേണം കണ്ണും കൂട്ടിയുറങ്ങേണം. കുടയില്ല പുര പാലന്റെ പായോ പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം പാടപ്പതിഞ്ഞ രാഗം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. അതും കേരളത്തിന്റെ പുറത്തോട്ട് അനുവാദം ഞങ്ങൾ അറബി പാടും കേട്ടോ. ഇങ്ങനെ പാര വെക്കല്ലേ കേട്ടോ. മൊത്തം കണ്ണീർ പോയി. നമുക്കിവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ആക്കണം. അപ്പം അതിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീയിലോട്ട് വീഴുന്നുണ്ടല്ലോ ഇവിടെ വരെ
അങ്ങനെ ഒരു വാശിയേറിയ അന്ത്യാക്ഷരി റൗണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും പാട്ടുണ്ടാക്കി പാടലും പരിപാടികളൊക്കെ കഴിഞ്ഞത് ഇപ്പം എല്ലാവരും കൂടി തീ കായാനുള്ള ഏരിയയിലേക്ക് ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും വന്ന് ആ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് യൂസഫലി കുഞ്ഞിട്ടേ അവിടെ നിന്നോ ബാ കാക്കങ്ങൾ അവിടെ ഉണ്ട്. കാക്കങ്ങൾ പോയതാ പോയി. മധുരഗാനം മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടി കൺമണിയെ കൊണ്ടുപോകാൻ കാണാത്ത പൂങ്കുടി കൺമണിയെ കൊണ്ടുപോകാൻ അപ്പോൾ നമ്മുടെ കലാശക്കൊട്ടില്ല 6 മണിക്കാണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏറ്റവും ലാസ്റ്റ് വന്ന് ഏറ്റവും ആദ്യം പോവാ. ഇവിടുന്ന് 2 മണിക്ക് ഇറങ്ങോളൂന്ന് വാശിയാണോ ചോദിച്ചേട്ടാ? ജനറേറ്റർ ഓഫ് ചെയ്യുമ്പോ പോവാന്നാ?
കാണുന്നതെല്ലാം ഡിസേർട്ടിലെ ടെൻറ്റിങ് ഏരിയയിലെ ലൈറ്റുകളാണ്, എല്ലാം ടെൻറ്റുകളാണ്. ഇന്നത്തെ വിൻ്റർ ഒരു ഡിസേർട്ട് ക്യാമ്പിങ് ഞങ്ങളപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ തീർന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. കാരണം ഡിസേർട്ടിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.